ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ഓഫ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ഓഫ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതും നമ്മുടെ KVSന്റെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട KVS ടീച്ചിങ് നോൺ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും നോൺ ടീച്ചിങ്, ഓക്കെ, അതായത് നമുക്ക് CTET ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ PG ഇല്ലാത്തവർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാധാരണ കേരള PSCയുടെ സാധാരണ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു +2 ഉള്ളവർക്ക് ഒരു 10ാം ക്ലാസ് ഉള്ളവർക്കൊക്കെ KVSലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളെ കുറിച്ചും ആ വേക്കൻസികളുടെ എണ്ണത്തെക്കുറിച്ചുമുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. വിത്ത് ഇതിന്റെ കൂടെ സിലബസ് ഒന്ന് റെഫർ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും സിലബസ് അവസാനം ഒന്ന് റെഫർ ചെയ്ത് തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ പോസ്റ്റിന്റെയും സെപ്പറേറ്റ് സിലബസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാൻ പറ്റാത്ത നീണ്ട സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ KVSന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് KVS നോൺ ടീച്ചിങ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇതിന്റെ താഴെ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. KVS എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡാവുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പർ 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ച് വാട്സപ്പ് മെസ്സേജിലൂടെ ചോദിക്കാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൽ ഈ നമ്പറിൽ വിളിക്കാനും പറ്റും, വാട്സപ്പ് ചെയ്യാനും പറ്റും. താഴെ വേറെ നമ്പർ 98 തുടങ്ങുന്ന വേറെ നമ്പർ ഉണ്ട്, അതിൽ ഉള്ളി കോൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ RRB ടീച്ചറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ അതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 599 എന്ന് പറയുന്ന സിംഗിൾ ഫീസ് ആണ്. 50% ഇളവോട് കൂടി നിങ്ങൾക്ക് നൽകുന്ന 2500 കോഴ്സിന്റെ ഒരു 50%-നേക്കാളും കുറച്ച് ആണ് നിങ്ങൾക്ക് കോഴ്സ് നൽകുന്നത്. അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, കമന്റ് ബോക്സിലും കൊടുക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന്റെ കൂട്ടത്തിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് നാച്ചുറൽ സയൻസ്. ഓക്കെ, 999 ആണ് നാച്ചുറൽ സയൻസിന്റെ ഫീസ്. HSI നാച്ചുറൽ സയൻസ്, HSI ജനറൽ ബാച്ച് 499 ആണ്. LP-UP ലോങ് ടേം 299 ആണ്. ഓക്കെ, അത് അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഫുള്ളി ഫ്രീ ബാച്ച് ആണ് LP-UPയുടെ ലോങ് ടേം ബാച്ച്, അടുത്ത നോട്ടിഫിക്കേഷൻ വരെയുള്ള ബാച്ച് ആണ്. അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ CTET ആരംഭിക്കുന്നുണ്ട്. CTET-ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുവഴി അതിൽ ജോയിൻ ആവാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 2025 ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആകാൻ പോകുന്ന KVSന്റെ നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രായപരിധി എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്ത് സിലബസും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കാം. ആ നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും SCAD എന്ന് പറയുന്ന അഡീഷണൽ കമ്മീഷണർ, പിന്നെ ജോയിന്റ് കമ്മീഷണർ അഡ്മിൻ, മറ്റത് SCAD എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. ജോയിന്റ് കമ്മീഷണർ ഫിനാൻസ്, ജോയിന്റ് കമ്മീഷണർ പേഴ്സണൽ കാർഡ് TRG, സൂപ്രണ്ടന്റ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്മിൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഫിനാൻസ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഫിനാൻസ്, അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഫിനാൻസ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഡിറ്റർ, സീനിയർ ട്രാൻസ്ലേറ്റർ, പ്രൈവറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫസ്റ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ്, സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പിന്നെ ഈ ഡ്രൈവറിന്റെ പോസ്റ്റുകളുണ്ട്. സ്റ്റാഫ് കാർ ഡ്രൈവർ ഗ്രേഡ് 1, സ്റ്റാഫ് കാർ ഡ്രൈവർ ഗ്രേഡ് 2, സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട്. അതിൽ ആ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഡ്രൈവർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക്. അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് സാധാരണ നമ്മുടെ ഈ KVSൽ 2025 നോൺ ടീച്ചിങ്ങിലേക്ക് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് എല്ലാ പോസ്റ്റിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചില പോസ്റ്റുകൾ പ്രൊമോഷൻ പോസ്റ്റുകളായിരിക്കും, ഡെപ്യൂട്ടേഷൻ ആയിരിക്കും, വേക്കൻസി കുറവുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും മേജറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ത്, അതിന്റെ ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്താണ്, സിലബസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്
പോസ്റ്റിലേക്ക് വരാം. ഒരു സെക്കൻഡ്. ആദ്യമായിട്ടുള്ള പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഓക്കെ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ കേരള PSCയിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ പോലെയുള്ള ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട്, സീനിയറും വിളിക്കുന്നുണ്ട്. അപ്പൊ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റ് 1629 വേക്കൻസികളാണ് നിലവിലുള്ളത് കേട്ടോ. 1629 വേക്കൻസിയാണ്. അതിന്റെ ലെവൽ 2 സാലറി പേ മാട്രിക്സ് 19,900 ടു 63,200 ആണ് അതിന്റെ സാലറി, വിത്ത് ഗ്രേഡ് പേ ഒന്നും ഇല്ലാതെ സിംഗിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇതല്ല സാലറി. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഏജ് വൈസ് ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 18 ടു 27 ആണ്. ഓക്കെ, 27 ആണ് ജനറലിന്റെ ലാസ്റ്റ് പ്രായം. 27 വയസ്സാണ്. അത് KVSൽ എംപ്ലോയി ആണെങ്കിൽ 5 വർഷം കൂടെ തന്നിട്ട് 32 വയസ്സുണ്ട്. KVSൽ എംപ്ലോയി ആണെങ്കിൽ 32 വയസ്സുള്ള അപ്ലൈ ചെയ്യാം. അത് കൂടാതെ നിങ്ങൾ നോക്കേണ്ടത്, ഇതിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ, സ്ത്രീകളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നോം അനുസരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് ഇഷ്യൂഡ് ഫ്രം ടൈം ടു ടൈം വുഡ് ബി ആപ്ലിക്കബിൾ. ആർക്കൊക്കെ? SC ST OBC PWBD എക്സ് സർവീസ്മാൻ. ഓക്കെ എന്നും പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വുമണും ഉണ്ട് കേട്ടോ. വുമണിന്റെ കാര്യവും പലയിടത്തും പറയുന്നുണ്ട്. ജനറൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. വുമൺസിന് സാധാരണ 10 വർഷമാണ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത്. അതിന് ഇവർ നോട്ടിഫിക്കേഷൻ ഇടുമ്പോഴത്തേക്ക് അത് മാറുന്നു അറിയാലും 5 വർഷമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10 വർഷമാണെങ്കിൽ 37 വയസ്സ് വരെ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷമാണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. സ്ത്രീകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, ഗേൾസിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ SC ST ഒക്കെ ആണെങ്കിൽ പ്ലസ് 5 വർഷം കിട്ടും. OBCക്ക് ആണെങ്കിൽ പ്ലസ് 3 വർഷം റിഡക്ഷനും കിട്ടും. അപ്പൊ 37 5 42, OBC ആണെങ്കിൽ 37 3 40 വയസ്സ് വരെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് 2 പാസസ്, സോറി 12 ക്ലാസ് 12 പാസ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബോർഡ്. ഓക്കെ, അതായത് +2 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. ഓക്കെ, +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് 35 വേർഡ്സ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ, 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദി ഓർ ഓൺ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് വേണം. ദ ക്വാളിഫിക്കേഷൻ ഓഫ് ടൈപ്പിംഗ് വിൽ നോട്ട് അപ്ലൈ ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് disability who are certified as being unable to type the competent authority as prescribed in the Rights of Person with Disabilities Act 2010. അതായത് ഡിസബിലിറ്റി ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള കാര്യമാണെന്ന് പറയുന്നത്. ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണമെന്നുള്ള കാര്യം പറയുന്നത്. ബാക്കിയുള്ളവർക്കല്ല, ഡിസബിലിറ്റി ഉള്ളവർക്ക്. ഓക്കെ, പിന്നെ ഇതാണ് ജനറൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ 5% പ്രൊമോഷൻ ഉണ്ട്, 10% ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ ഉണ്ട്, 85% എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. 85% ഈ പോസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. എത്രയാണ്? എത്ര പോസ്റ്റാണ്? 1600, അതായത് 1600ഓളം പോസ്റ്റുകൾ, 1500ഓളം പോസ്റ്റുകൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളണം. ഓക്കെ, അതാണ് ഇതിന്റെ മീൻസ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സിലബസ് ലാസ്റ്റ് ഞാൻ പറയാം, എന്താണ് ഇതിന്റെ സിലബസ് എന്നുള്ളത്. ഓക്കെ, എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ള സിലബസ് കാര്യം ഞാൻ പറയാം. എന്നിട്ട് ഓരോ സ്പെസിഫൈ ആയിട്ടുള്ള ചില പോസ്റ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് കേട്ടോ. സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 1511 ആണ് വേക്കൻസി. 1511 ആണ്. ഇക്വാലന്റ് ടു ഗ്രൂപ്പ് C ആണ്. ഓക്കെ, ലെവൽ 4 25,500 81,000 ആണ്. റെഗുലർ നോർമൽ സാലറി വിത്തൗട്ട് ഗ്രേഡ് പേ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇതിൽ പക്ഷേ 27 പകരം 30 ആണ് കേട്ടോ. 30 വയസ്സ് വരെ ഉള്ളവർക്ക്, ജനറൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലേഡീസിലേക്ക് +10, OBC ആകുമ്പോഴത്തേക്ക് 13, SC ST ആകുമ്പോൾ 15 ആ വർഷം ഒരു ഇളവുകൾ കിട്ടും. ഓക്കെ, അത് വരും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് ഡിഗ്രി വേണം. പിന്നെ വർക്കിംഗ് ആസ് എ JSA LDC റിക്വയർഡ് ഓൺ റെഗുലർ ബേസിസ് ഫോർ മിനിമം 3 ഇയർ ലെവൽ. ഓക്കെ, അതായത് എക്സ്പീരിയൻസ് വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ആണെന്നുള്ള ലെവലിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിലവില് അപ്പൊ ഈ പോസ്റ്റ് സീനിയർ, ജൂനിയറിൽ നിന്നും സീനിയറിലേക്ക് വരണം. അപ്പൊ സീനിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ജൂനിയർ ആയിരിക്കുന്ന
അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പോലെയാണ് സീനിയർ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള. അതിലൊരു പറയുന്നുണ്ട്, നോക്കിക്കോളണം, 25% പ്രൊമോഷൻ ആണ്, 50% ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ആണ്, 25% എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ 1500 ഓക്കെ, 1500 25%, ഓക്കെ, 1500 25%, 100 എന്ന് പറയുമ്പോൾ 1500, 50 എന്ന് പറയുമ്പോഴത്തേക്ക് 780 അല്ലേ, 750 പകുതി 375 എന്ന് പറയുന്നത് അല്ലേ, 375 എന്ന് പറഞ്ഞാൽ അത്രയും പോസ്റ്റുകൾ എന്തുണ്ട്, 25% ഈ പോസ്റ്റുകൾ ആർക്കുണ്ട്, നമുക്ക് ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് ഈ കാര്യങ്ങളൊന്നും വേണ്ട, മീൻസ് എന്താ പറയുക, എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട, ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 25% പോസ്റ്റ് ധാരാളമാണ്. 350ഓളം 375ഓളം പോസ്റ്റുകൾ നിലവിലുള്ളത് ധാരാളമായിട്ടുള്ള പോസ്റ്റാണ്. അപ്പൊ അതിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതില് ഈ സീനിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഓക്കെ, നമ്മുടെ എന്താ പറയുന്നത്, മറ്റു നേരത്തെ പറഞ്ഞതിനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ആണ്. അതായത് ടൈപ്പിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, സ്റ്റെനോഗ്രാഫറിന്റെ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ 2 ഉണ്ട്, ഗ്രേഡ് 2 ഉണ്ട്, ഗ്രേഡ് 1 ഉണ്ട്. ഇത് ഗ്രേഡ് 2 ആണ്, 54 പോസ്റ്റ്. സബ്ജക്ട് ടു വേരിയേഷൻ, അതായത് ടൈം ടു ടൈം പോസ്റ്റിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും, കുറയാനും കൂടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാത്തിലും പറയുന്നുണ്ട്. അതിന്റെയും 81,000 ആണ്, 25,000 ടു 81,000 ആണ് അതിന്റെ ഗ്രേഡ് പേ എന്ന്, 25,500 ടു, അതായത് ബാക്കിയൊന്നും ഇല്ലാത്ത ലെവൽ 4 ആണ്, വേറെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത സിംഗിൾ സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് നേരത്തെ പറഞ്ഞ പോലെ 27 ആണ്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 10+5 10+3 എന്നുള്ളത് കിട്ടും SC/ST, അതുപോലെ തന്നെ OBC കാർക്കൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ ലേഡീസിന് 10 ഇയറും കിട്ടും. ഓക്കെ, അതിന്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ്സ് ആണ്, അതായത് ഡിഗ്രി വേണം, സ്കിൽ ടെസ്റ്റ് നോംസ് ഉണ്ടായിരിക്കും, അതായത് 10 minutes 80 വേർഡ്സ് പെർ മിനിറ്റ്. ഞാൻ പറഞ്ഞു ടൈപ്പ് റൈറ്റിംഗ് ആണ് മെയിൻ ആയിട്ട്, 50 minutes ഇംഗ്ലീഷ് ആൻഡ് 65 minutes ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ. ഓക്കെ, ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്, ടൈപ്പിംഗ് മസ്റ്റ് ആണ്. ഓക്കെ, ടൈപ്പിംഗ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് ഇതിൽ, സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോൾ. അത് എവിടെ വിളിച്ചാലും PSC ആയാലും UPSC ആയാലും വേണം. ഇതിന്റെയും ഈ 51 പോസ്റ്റ് എന്ന് പറയുന്നത് 100% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, 100% ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്, വേറെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഉള്ള ഇതല്ല. നെക്സ്റ്റ് അതിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഫസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 45 ആണ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്, 45 പോസ്റ്റ് ആണ്. അതിലും ഏജിന്റെ കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്, 30 ആണ് കേട്ടോ. മറ്റത് 27 ആണെങ്കിൽ ഇത് 30 ആണ്. അപ്പൊ 30+10 ലേഡീസിന്, OBC ആണെങ്കിൽ 10+3 13, SC/ST ആണെങ്കിൽ 15 വർഷം ഇളവ് കിട്ടും. ഇതിലും ഞാൻ പറഞ്ഞില്ലേ, ഗ്രാജുവേറ്റ്സ് ആവണം, പിന്നെ ടൈപ്പ് റൈറ്റിംഗിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൊണ്ട് ടൈപ്പ് പഠിച്ചവർക്കേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൽ 50% പ്രൊമോഷനും 50% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. 50% പ്രൊമോഷൻ ആൻഡ് 50% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ. ഇതും സെയിം, ഏകദേശം ഹിന്ദിയൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 27 വയസ്സാണ് പ്രായപരിധി. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, 27 അല്ല 30 വയസ്സാണ് പ്രായപരിധി. നേരത്തെ 27 വേക്കൻസിയാണ് കേട്ടോ, മൊത്തം 27 വേക്കൻസി, പ്രായപരിധി 30 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഏജിന്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ വേണ്ടത് PG ആണ് ചോദിക്കുന്നത്, മാസ്റ്റേഴ്സ് ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഹിന്ദി ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി എലക്ടീവ് സബ്ജക്ട്സ്, മീഡിയം എക്സാമിനേഷൻ ദ ഡിഗ്രി ലെവൽ. ഓക്കെ, നിങ്ങൾ MA ഹിന്ദി പഠിച്ചിട്ടുള്ളവർക്ക്, MA ഹിന്ദി ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. മാസ്റ്റർ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് സബ്ജക്ട് ടു അതർ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ഓക്കെ, മാസ്റ്റർ ഡിഗ്രി. അപ്പം ഹിന്ദി ഇംഗ്ലീഷും പഠിച്ചിട്ടുള്ള, MA പഠിച്ചിരിക്കുന്നത്, MA ഹിന്ദി MA ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്ക്, MA ഹിന്ദി MA ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്ക് B.Ed ഇല്ലെങ്കിൽ PGT എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ B.Ed ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, MA ഉള്ളവർക്ക്, MA ഇംഗ്ലീഷ് ഹിന്ദി ഉള്ളവർക്ക്. ഓക്കെ, പിന്നെ റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഹിന്ദി ടു ഇംഗ്ലീഷ് വൈസ് വേഴ്സ. അതായത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും തിരിച്ച് ഇംഗ്ലീഷിൽ നിന്നും തിരിച്ച് ഹിന്ദിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, അത് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓർ 2 year എക്സ്പീരിയൻസ് ട്രാൻസ്ലേഷൻ വർക്ക് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ ഇൻ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ
ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത 2 year എക്സ്പീരിയൻസ് മതി കേട്ടോ. 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ക്വാളിഫിക്കേഷൻ റിഗാർഡിംഗ് എക്സ്പീരിയൻസ് ഈസ് റിലാക്സബിൾ at the direction of SSC competent authority in case of candidates belonging to scheduled caste, scheduled tribe, or any stage of SSC competent authority of അത് മറ്റേ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇതിലെ 100% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ട്രാൻസ്ലേറ്ററിന്റെ, ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഓക്കെ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വെരി ഗുഡ് പോസ്റ്റ് ആണ്. ഏകദേശം 661 വേക്കൻസി ആണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുടെ വേക്കൻസി വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ബി ആണ്. 35,400, 1,12,000 സാലറി. ഇതിന്റെ ഏജ് 36 വയസ്സാണ്. +10 +5 +3 അങ്ങനെ വരും. ലേഡീസിന് +10. ആ ലേഡീസിൽ OBC +3 കിട്ടും, SC ST +5 കിട്ടും. ഇതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, വർക്കിംഗ് ആസ് എ UDC SSC റിക്കറന്റ് റെഗുലർ ബേസിസ്, മിനിമം 3 year ലെവൽ. പോസ്റ്റ് ഇത് പോസ്റ്റ് അകത്തുള്ള പോസ്റ്റ് ആണ് കേട്ടോ. അതായത് ഒന്ന് നോക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, ഉണ്ട്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. 25% കേട്ടെ. 600-ൽ 300, 150ഓളം പോസ്റ്റ്, 150ഓളം പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, 150ഓളം പോസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ. അപ്പം 150 പോസ്റ്റ് വെച്ചാൽ വലിയ ബിഗ് പോസ്റ്റ് ആണല്ലോ. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ബാച്ചിലർ ഡിഗ്രി മതി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ളത്. സെക്ഷൻ ഓഫീസറുടെ മെയിൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. നോളജ് ഓഫ്, അതായത് ഡിഗ്രിയാണ്, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, ഹിന്ദി ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ നോർമൽ ആയിട്ട്. ഓക്കെ, ഡിഗ്രിയാണ്. അപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. 661 പോസ്റ്റിൽ അതിന്റെ 25%, അതിന്റെ 25% ഡയറക്റ്റ് ആണ്. ബാക്കി ബൈ പ്രൊമോഷനും ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷനുമായിട്ടാണ് നടത്തുന്നത്. 600, 300, 150ഓളം പോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് വിളിക്കുന്നുണ്ട്. വെരി ഗുഡ്, നല്ല ഒരു പോസ്റ്റിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് സെക്ഷൻ ഓഫീസർ. അതും ഇതേപോലെ തന്നെയാണ്. 30 പോസ്റ്റ് ആണ് നിലവിൽ വരുന്നത്. അത് കംപ്ലീറ്റ് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. 50% പ്രൊമോഷനും 50% ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് കേട്ടോ. അപ്പൊ അതിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യവും ഇവിടെ പറയേണ്ട കാര്യമില്ല. 100% പ്രൊമോഷൻ പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവിടെ 4 പോസ്റ്റിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് നോക്കാം, ജനറൽ ഉണ്ടാന്ന് നോക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ആണെങ്കിൽ മാത്രം ഇവിടെ നോക്കിയത്, അതും ഇല്ല. ഓക്കെ, അടുത്ത പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഫിനാൻസ് ഓഫീസർ 27 പോസ്റ്റ് ഉണ്ട്. ഫിനാൻസ് ഓഫീസറുടെ 27 പോസ്റ്റ് ഉണ്ട്. അത് കൊമേഴ്സ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഫിനാൻസ്. നമുക്ക് അതിന്റെ പോസ്റ്റിംഗ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, നോക്കേണ്ടത് ഫിനാൻസ് ഓഫീസറുടെ പോസ്റ്റിലേക്ക് വരുമ്പോൾ നോക്കേണ്ടത് 27 പോസ്റ്റ് ഉണ്ട്. ഗ്രൂപ്പ് ബി ആണ്. 44,900, 1,42,000 അതാണ് സാലറി ബേസ്. ഏജ് ബേസ് ആണെങ്കിൽ 35. പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള റിഡക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നോക്കുമ്പോൾ 27 പോസ്റ്റിൽ 50% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ 50% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളതിൽ ആ പോസ്റ്റിൽ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ BCom അല്ലെങ്കിൽ MCom, CA, ICWA, MBA ഇതൊക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ പഠിച്ചവരിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, BCom ഫിനാൻസ്, MCom ഫിനാൻസ്, അല്ലെങ്കിൽ CA, ICWA, MBA ഫിനാൻസ് ഓർ MBA ഓർ PGDM ഫിനാൻസ് ഇതൊക്കെ പഠിച്ചവർക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 33.33% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ 25 പോസ്റ്റിൽ അത്രയും പെർസെന്റേജ് നമുക്ക് ഇതുണ്ട്. അതിന്റെ പ്രായപരിധി 45 വയസ്സാണ്. 45 വയസ്സാണ്. 45 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഷുവറായിട്ട്. അതിൽ മറ്റത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു 10ഓളം പോസ്റ്റുകൾ
ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, പ്രൊമോഷൻ അല്ലാതെ 31 സംതിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുമില്ല. അടുത്ത പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ, ഇതൊരു ടീച്ചിങ് പോസ്റ്റ് പോലുള്ള പോസ്റ്റ് തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG+B.Ed ഉള്ളവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. PG+B.Ed 50% മാർക്ക് ഉള്ളവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം. PG+B.Ed 50% മാർക്ക് വേണം. അതുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഏജ് 50 വയസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റുള്ള ഏജ് റിലാക്സേഷനും ഇവിടെ ബാധകമാണ്. ഓക്കെ, ബാക്കിയുള്ള അതായത് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 32 പോസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഡെപ്യൂട്ടി കമ്മീഷൻ 32 പോസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ 32-ല് 16 പോസ്റ്റോളം ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ബാക്കി 50% പ്രൊമോഷൻ, 50% പ്രൊമോഷനും 50% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 12ഓളം പോസ്റ്റുകൾക്ക് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. PG+B.Ed ഉള്ളവർക്ക് ഇതിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. PG+B.Ed 50% മാർക്കുള്ളവർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പറയാം. സിലബസ് കോമൺ ആയിട്ടുള്ള സിലബസും പറയാം. പിന്നെ ചില എക്സാമുകൾക്ക് ലൈബ്രറിയന്റെ പോസ്റ്റ്, അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, ഫിനാൻസ് ഓഫീസർ, ട്രാൻസ്ലേറ്റർ, അവർക്കൊക്കെ ഒരു സെപ്പറേറ്റ് സിലബസും വരും. അതിന്റെ ഡീറ്റെയിലിംഗ് പിന്നീട് ചെയ്യും. പക്ഷെ ജനറൽ ആയിട്ടൊരു സിലബസ് പറയാം. ജനറൽ ആയിട്ട് 3 കാറ്റഗറിയിലാണ് ഇതിന്റെ സിലബസ് വരുന്നത്. 3 കാറ്റഗറി 100 മാർക്കിനുള്ള എക്സാം ആണ്. നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് അവർ പറയുന്നില്ല. ഓക്കെ, അതിൽ ഒന്നാമത്തത് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ വരുന്നത് ഇംഗ്ലീഷും ഹിന്ദിയാണ്. പിന്നെ ജനറൽ അവയർനെസ്, പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വരുന്നത്. സോറി, ഇത് പറയുമ്പോഴത്തേക്ക് ജനറൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് ഹിന്ദി, അങ്ങനെ ടോട്ടൽ 40 മാർക്ക്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി പാർട്ട് 2. പാർട്ട് 1 ആണ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. പാർട്ട് 2 വരുമ്പോഴത്തേക്ക് GA ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി. അതിൽ GK എന്ന് പറയുന്നത് 15 മാർക്കിന് മീൻസ് എന്താണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗം, അതും കൂടെ ചേർത്ത് 15 മാർക്കിന്. അങ്ങനെ രണ്ടും കൂടി 15, 30 മാർക്ക്. പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി 15 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്ക്, അത് ചേർത്ത് 30 മാർക്ക്. അങ്ങനെ 30, 60, 60 ഈ 40 ഇംഗ്ലീഷ് 40 100 മാർക്ക്. അങ്ങനെയാണ് 100 മാർക്കിനുള്ള ആ ഒരു ജനറൽ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ സിലബസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില സബ്ജക്റ്റുകളോട് ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ചില എക്സാമുകൾക്ക് ചില സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് വരുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിന്റെ ഇംഗ്ലീഷ്, 10 മാർക്കിന്റെ ഹിന്ദി, 10 മാർക്കിന്റെ GK, 10 മാർക്കിന്റെ ലോജിക്കൽ റീസണിങ്, 10 മാർക്കിന്റെ കമ്പ്യൂട്ടർ ലിറ്ററസി എന്നുണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് 50 മാർക്കും. ബാക്കി വരുന്ന 50 മാർക്കിന് നിങ്ങളുടെ ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറി സയൻസ്, ഫിനാൻസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോർഷൻസ്, അങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ഓരോന്നിലും ചോദിക്കാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജനറൽ നോളജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കോണമി, സ്പോർട്സ്, സയന്റിഫിക് റിസർച്ച്, കറണ്ട് അഫയേഴ്സിൽ ഇന്ത്യ വേൾഡുമായിട്ട് അതെല്ലാം കൂടെ ചേർത്താണ് ജനറൽ നോളജ് എന്ന് പറയുന്നത്. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കോംപ്രിഹെൻഷൻസ്, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻഷൻസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പെല്ലിംഗ് എറർ, സിനോണിംസ്, സ്പോട്ടിംഗ് എറർ, നൗൺസ്, പ്രൊനൗൺസ്, അഡ്ജക്റ്റീവ്, പ്രൊപോസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനറൽ ഇംഗ്ലീഷ് വരുന്നത്. ജനറൽ ഹിന്ദിയിലേക്ക് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് സന്ധിയും സമാസവും അലങ്കാരവും വചനവും, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഗ്രാമർ പോർഷനാണ് ജനറൽ ഹിന്ദിയിലും വരുന്നത്. ഓക്കെ, ജനറൽ ഹിന്ദിയിലും വരുന്നത്. പിന്നെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അനലോഗീസ്, അതുപോലെ തന്നെ സെമാന്റിക്, സിംബോളിക്, ഫെറൽ സിമിലാരിറ്റീസ്, നമ്പർ സീരീസ്, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്, കോഡിങ്, ഡീകോഡിങ്, ലെറ്റർ നമ്പർ കോഡിങ്, ഡീകോഡിങ്, ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലോജിക്കൽ റീസണിങ്. ജനറൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ് ആണ്. കമ്പ്യൂട്ടർ ലിറ്ററസിയിലേക്ക് വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്ന ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ജനറൽ നോളജ് ആണ്. കമ്പ്യൂട്ടർ മെമ്മറിയെ കുറിച്ച്, റാമിനെ കുറിച്ചും, റോമിനെ കുറിച്ചും, ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചും, ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറിച്ചും, MS ഓഫീസ്, പിന്നെ ഇന്നത്തെ ഇന്ത്യൻ IT ആക്ടിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച്, ഗവേണൻസിനെ കുറിച്ച് എല്ലാമാണ് ഈ കമ്പ്യൂട്ടർ ലിറ്ററസി ചോദിക്കുന്നത്.
ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ സിലബസ് അല്ലെങ്കിൽ ഇതിന്റെ സബ്ജക്റ്റ്. അപ്പൊ എല്ലാത്തിനും സെയിം ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞു അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സിൽ നമ്പർ സീരീസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, പെർസെൻറ്റേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ജനറൽ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ചില പോസ്റ്റുകൾക്ക്, നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്ക് ജനറൽ ആയിട്ടുള്ള ഏരിയാസ് മാത്രം മതി 100 മാർക്കിന്. ചിലതിന് 50 മാർക്ക് ജനറൽ ഏരിയാസ് പഠിക്കുകയും വേണം, ബാക്കി എക്സ്ട്രാ നിങ്ങളുടെ ചോദിക്കുന്ന പോസ്റ്റുള്ള കാര്യങ്ങൾ പഠിക്കുകയും വേണം. അങ്ങനെയാണ് സിലബസ് സാധാരണ ഇതിന് വരാറുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പല വീഡിയോസും ചെയ്യുമ്പോൾ ചിലർ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ധാരാളമല്ല, 1-2 പേരൊക്കെ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമ്മൾ ഒരുപാട് ശരി പറഞ്ഞിട്ട് ഒരു സ്പോട്ട് എറർ വന്നു പോയി കഴിഞ്ഞാൽ അതിനെ പിടിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആരും അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് ഞാൻ പറയുകയാണ്. ഓക്കെ, തെറ്റുകൾ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പഠിക്കാനായിട്ട് തയ്യാറാകുക, ഇതിന് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുക. ഒരു ജോലിയാണ് നമ്മുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ജോലി കിട്ടുന്നതിലേക്ക് വേണ്ടി പഠിക്കാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുള്ള കോഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, ഇത് ഈ മുകളിൽ പറഞ്ഞ ഈ പോസ്റ്റുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ളവർ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ജോലി എന്നുള്ള ഒരു ലെവലിലേക്ക് പഠിക്കാനായിട്ട് തീരുമാനിക്കുക. ഇതിന്റെ കൂടെ തന്നെ NVS വരുന്നുണ്ട്. NVSന്റെ ഇത് റൂൾസ് ഔട്ട് ആയിട്ടുണ്ട് 20-ാം തീയതി തന്നെ. അതിന്റെ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും അതിന് തയ്യാറാകുക. ഓക്കെ, അപ്പൊ എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം, വിളിച്ചു ചോദിക്കാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങളുടെ കമന്റ്സും ലൈക്സും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.